തിരക്കിട്ട കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്നത്. ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രൻ കൂടി ചേരുകയാണ്. ശ്രീനാഥ്, എന്തൊക്കെയാണ് ഈ പ്രഭാതത്തിൽ ഡൽഹി കേട്ടുണരുന്നത്? SK ഏതായാലും ഇന്നലെ രാത്രി ഏതാണ്ട് 35 മിനിറ്റോളം പാകിസ്ഥാന്റെ വ്യാപകമായ ഒരു ആക്രമണം ഇന്ത്യൻ മണ്ണിലേക്ക് ഒരു ആക്രമണത്തിന് അവർ ശ്രമിച്ചു എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അത് ആക്രമണമായോ എന്ന് ചോദിച്ചാൽ അവർക്ക് ഒരു ഡാമേജും നമ്മുടെ ഭാഗത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഏതായാലും ഇന്ത്യ അതിന് തക്കതായ ശിക്ഷ മറുപടി നൽകുകയും ചെയ്തു. പാകിസ്ഥാന്റെ പല നഗരങ്ങളിലും വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായി എന്നതാണ് റിപ്പോർട്ടുകൾ. അവരുടെ 3 ഫൈറ്റർ ജെറ്റുകൾ അത് ഇന്ത്യ തകർക്കുകയും ചെയ്തു. അവരുടെ 2 പൈലറ്റുമാർ ഇന്ത്യൻ കസ്റ്റഡിയിലുമുണ്ട്. അങ്ങനെ ഇന്നലെ നടന്ന പ്രത്യാക്രമണത്തിൻ്റെ ഒക്കെ യഥാർത്ഥ ചിത്രം എന്താണ് എന്ന് വ്യക്തമാകണമെങ്കിൽ ഇന്നിപ്പോൾ രാവിലെ 9 മണിയോടെ, നേരത്തെ 10 മണി എന്നതായിരുന്നു നമുക്ക് ലഭിച്ചിരുന്ന വിവരം, ഇന്നിപ്പോൾ രാവിലെ 9 മണിയോടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഒരു വാർത്താ സമ്മേളനമുണ്ട്. ഇന്നലെ വൈകിട്ട് നമുക്ക് അത്തരമൊരു വാർത്താ സമ്മേളനം നടന്നതാണ്. അതിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ഓപ്പറേഷൻ്റെ കൃത്യമായ വിവരങ്ങൾ നമുക്ക് ഔദ്യോഗികമായി സ്ഥിരീകരിച്ച് കിട്ടിയതാണ്. ഏതായാലും ഇന്നലെ രാത്രി എന്തൊക്കെ കാര്യങ്ങൾ നടന്നു എന്നതിനെക്കുറിച്ചൊരു വ്യക്തത കൃത്യമായി ഔദ്യോഗികമായി നമുക്കത് സ്ഥിരീകരിക്കണമെങ്കിൽ 9 മണിക്കുള്ള വാർത്താ സമ്മേളനമാണ്. അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു പരിപാടി ദില്ലിയിൽ നടക്കുന്നത്. ഒപ്പം തന്നെ പ്രതിരോധ മന്ത്രി സേനാ മേധാവിമാരെയുമായി ഇന്നിപ്പോൾ രാവിലെ കൂടിക്കാഴ്ച നടന്നു. ഇന്നലെ രാത്രിയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സംയുക്ത സേനാ മേധാവിയും ഒപ്പം വിവിധ സേനകളുടെ മേധാവിമാരും ആ യോഗത്തിൽ പങ്കെടുക്കുകയും അപ്പോൾ ഇന്ത്യ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ആശയവിനിമയം നടത്തുന്നുണ്ടായിരുന്നു. ഏതായാലും ഇന്നിപ്പോൾ ഇതിൻ്റെ ഒരു അവലോകനം എന്ന കണക്കെ ഒരു യോഗം നടക്കും എന്നതാണ് മനസ്സിലാക്കുന്നത്. പിന്നെ മറ്റൊന്ന്, ഇന്നിപ്പോൾ രാവിലെ ഇന്നലെ ഏതാണ്ട് 35 മിനിറ്റ് പാകിസ്ഥാൻ്റെ ആക്രമണം, അതിന് ഇന്ത്യ പ്രത്യാക്രമണം നടത്തി ശക്തമായ തിരിച്ചടി നൽകി. പിന്നെ കുറച്ച് മണിക്കൂറുകൾ അതിർത്തി മേഖലയിൽ ശാന്തതയായിരുന്നു. വലിയ ആക്രമണം ഉണ്ടായിരുന്നില്ല. വെടിനിർത്തൽ കരാർ ഈ ജമ്മു കാശ്മീർ മേഖലയിലൊക്കെ തന്നെ കരാറിൻ്റെ ലംഘനം ആ മേഖലയിൽ നടക്കുന്നുണ്ടായിരുന്നു. ഉറിയിലും വലിയ ഷെല്ലാക്രമണം നടന്നു. അത്തരത്തിൽ കുപ്വാരയിൽ വലിയ വെടിവെപ്പ് നടന്നു. അതിനും ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചു. പക്ഷേ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്നിപ്പോൾ രാവിലെ ഏതാണ്ട് 4:15 ജമ്മുവിൽ വീണ്ടും ഒരിക്കൽ കൂടി ഒരു ഡ്രോൺ ആക്രമണത്തിന് പാകിസ്ഥാൻ ശ്രമിച്ചു എന്ന വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. അതും ഇന്ത്യൻ സേന നിർവീര്യമാക്കി. നമ്മുടെ S-400 നമ്മുടെ സുദർശന ചക്രം അത് ഉപയോഗിച്ചു. റഷ്യൻ നിർമ്മിതമായ പ്രതിരോധ സംവിധാനം അത് ആക്ടിവേറ്റ് ചെയ്ത് കൃത്യമായി തന്നെ എല്ലാ ഡ്രോണുകളും നമ്മൾ വെടിവെച്ച് ഇടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അമൃത്സറിൽ പിന്നീട് രാവിലെ ഏതാണ്ട് 6 മണി ആവുന്ന സമയത്താണ് അമൃത്സറിൽ സൈറൻ മുഴങ്ങിയത്. അപായ സൈറൻ മുഴങ്ങിയിട്ടുണ്ട്. അവിടെ ജനങ്ങൾ പുറത്തിറങ്ങരുതെന്നും വീടിനകത്ത് തന്നെ തുടരണമെന്നും ഇപ്പോൾ പ്രതിരോധ സേന PR ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് കാവലായി ഉണ്ട്, അതുകൊണ്ട് തൽക്കാലം സഹകരിക്കുക, ആരും ഈ സമയത്ത് പുറത്തേക്ക് ഇറങ്ങരുത് എന്നൊരു നിർദ്ദേശം അവർ നൽകിയിട്ടുണ്ട്. പക്ഷേ അവിടെ ഏതെങ്കിലും ഒരു ആക്രമണമോ ഡ്രോണോ മറ്റോ എത്തിയതിനെ കുറിച്ച് ഇപ്പോൾ വിവരമില്ല. ഏതായാലും ഇന്ത്യൻ സേന ഈ നഗരങ്ങളിലൊക്കെ തന്നെ ശക്തമായി തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ട്. പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തന്നെ ആക്ടിവേറ്റ് ചെയ്ത് നിൽക്കുന്നുമുണ്ട്. ഇന്നലെ മൊഹാലിയിലും ചണ്ഡീഗഡിലും ഒക്കെ തന്നെ സൈറൻ മുഴങ്ങുകയും അവിടെയൊക്കെ തന്നെ തയ്യാറെടുത്ത് നിൽക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അവിടെയൊന്നും ഒരു ആക്രമണത്തിന് പാകിസ്ഥാന് കഴിഞ്ഞില്ല. ഒരുപക്ഷെ അതിർത്തി കടക്കുമ്പോഴേക്കും തന്നെ ഈ ഡ്രോണുകളും മറ്റും ഇന്ത്യൻ സേനയ്ക്ക് വെടിവെച്ചിടാൻ കഴിയുന്നത് കൊണ്ടായിരിക്കും ആ തരത്തിലൊരു ആക്രമണം മറ്റ് നഗരങ്ങളിലേക്ക് അവർക്ക് നടത്താൻ കഴിയാതെ പോയത്. പാകിസ്ഥാൻ ആവട്ടെ ജമ്മു കാശ്മീർ എന്നൊരു ഒരൊറ്റ മേഖലയിൽ ഒതുങ്ങി നിൽക്കാതെ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലേക്കെല്ലാം ഇന്നലെ ആക്രമണത്തിന് ശ്രമിച്ചു എന്നതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഉണ്ടായ അതേ ഫലം തന്നെ അവർക്കുണ്ടായി. ഒരൊറ്റ മിസൈൽ പോലും, ഒരൊറ്റ ഡ്രോൺ പോലും അതേ കണക്കിന് അത് ലക്ഷ്യമിട്ട രീതിയിൽ നമ്മുടെ ഇന്ത്യൻ മണ്ണിലേക്ക്, നമ്മുടെ രാജ്യത്തിൻ്റെ മണ്ണിലേക്ക് വന്ന് പതിച്ചില്ല. എല്ലാം ആകാശത്ത് നിന്ന് തന്നെ ചിന്നിച്ചിതറി അതിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് വന്ന് പതിച്ചത്. 3 ഫൈറ്റർ ജെറ്റുകൾ കൂടി വീണതോടെ അത് പാകിസ്ഥാന് വലിയ ക്ഷീണമായി. ഇന്നലെ ISPR, അതായത് പാകിസ്ഥാൻ സേനയുടെ ഈ മാധ്യമ വിഭാഗമായ ISPRൻ്റെ മേധാവി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ അത് സമ്മതിക്കുകയും ചെയ്തു. ഞങ്ങളുടെ ഫൈറ്റർ ജെറ്റുകൾ വീണിട്ടുണ്ട്, അത് ഞങ്ങളുടെ നഷ്ടമാണ് എന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ തരത്തിൽ വലിയ ക്ഷീണം ഇന്ത്യക്കെതിരെ ഒരു ചാവേർ കണക്കെ ഒരു യുദ്ധത്തിന്, ഒരു പോരാട്ടത്തിന്, പ്രകോപനത്തിന് അവർ പുറപ്പെട്ടു. വലിയ തിരിച്ചടി ഇന്ത്യൻ മണ്ണിൽ വിവരങ്ങൾ നൽകുന്നത്. ഇപ്പോൾ കൃഷ്ണ ചെറിയാൻ ബിസിനസ് ഡെസ്കിൽ നിന്ന് ഒരു വിവരം അറിയിക്കുന്നു. രാജ്യാന്തര തലത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നീക്കങ്ങൾ നടത്താൻ തീരുമാനിക്കുന്നു. പാകിസ്ഥാനെ വീണ്ടും FATF ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന ഗ്രേ ലിസ്റ്റിൽ പെടുത്താൻ ആവശ്യപ്പെടും. യഥാർത്ഥത്തിൽ ഈ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളൊക്കെ തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നത് തടയാനുള്ള നീക്കമാണ് ഇന്ത്യ നടത്തുക. ഇന്ന് നടക്കുന്ന IMF യോഗത്തിലും ഇന്ത്യ നിലപാട് വ്യക്തമാക്കുമെന്ന് കൃഷ്ണ ചെറിയാൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു.